ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോവുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് 8:30 ഇന്ന് കുർബാന. 4 ദിവസം ധ്യാനമായിരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ദിവസമാണിന്ന്. അപ്പോൾ രാവിലെ മുതൽ ഉച്ചവരെ ഇന്ന് പള്ളിയിൽ ധ്യാനവും ഒക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ കുർബാന കഴിഞ്ഞു 8:30 കുർബാനയ്ക്ക് ശേഷം ഇത് ഒരു പ്രദക്ഷിണമാണ്. നമ്മുടെ സെമിത്തേരിയിലേക്കുള്ള പ്രദക്ഷിണമാണ് കേട്ടോ. ഒന്ന് സെമിത്തേരി വെഞ്ചിരിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആരെങ്കിലുമൊക്കെ അടക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ കല്ലറയിൽ പൂക്കളൊക്കെ വെച്ച് തിരിയൊക്കെ കത്തിച്ച് നമ്മൾ അലങ്കരിച്ചൊക്കെ വെക്കണം. അപ്പോൾ അതിനുള്ളൊരു പ്രദക്ഷിണമാണ് കേട്ടോ. നല്ല വെയിലിൻ്റെ സമയമായിരുന്നു. ഏതാണ്ടൊരു 11 മണി കഴിഞ്ഞു. ആ സമയത്ത് അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. അപ്പം ചെരുപ്പിടാതെയാണ് കേട്ടോ എല്ലാവരും പ്രദക്ഷിണത്തിന് ഇറങ്ങിയത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ പള്ളി, മാറ്റണ്ടി പോർച്ചിൻ്റെ പള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പെരുന്നാളിൻ്റെ വീഡിയോസൊക്കെ ഞാനൊരു വർഷം മുന്നത്തെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സെമിത്തേരിയിലെത്തി. അപ്പം എൻ്റെ പപ്പയും പപ്പയുടെ ചാച്ചൻ, അമ്മ, പിന്നെ എൻ്റെ സയോണിക്കുട്ടിക്ക് ഇളയതായിട്ടൊരു മോളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയായിരുന്നു. അപ്പോൾ അവളെയൊക്കെ ഇവിടെയാണ് നമ്മുടെ സെമിത്തേരിയിലാണ് കേട്ടോ ഇറക്കിയിരിക്കുന്നത്. അപ്പം നമ്മൾ സെമിത്തേരിയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വീണ്ടും പള്ളിയിൽ ആരാധനയും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. നേർച്ച ഭക്ഷണമാണ്. കഞ്ഞിയും പയറും അച്ചാറുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങളവിടെ കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ പള്ളിയുടെ മുകളിൽ പാരിഷാളിലാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചിട്ട് പോയതാണ് കേട്ടോ. രാവിലെ ഗോതമ്പ് ദോശയും ഉരുളക്കിഴങ്ങ് കറിയുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നേരത്തെ തന്നെ ഞാൻ അരി അടുപ്പത്തേക്ക് ഇട്ടു. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് വൈകിട്ടത്തേക്ക് ഒരു മഴക്കോളൊക്കെ കണ്ടുകൊണ്ട് ഞാൻ വേഗം തന്നെ ചോറ് അങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ചക്ക ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്കയൊക്കെ അരിഞ്ഞ് വേഗം അടുപ്പത്ത് വെച്ചു. ചക്ക പുഴുങ്ങാനായിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഇന്നലെ പാറയിൽ ഉണക്കാൻ നമ്മൾ കുറച്ച് കോവയ്ക്ക വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വാട്ടി ഉണങ്ങാനായിട്ട്. അപ്പോൾ അത് മഴക്കോള് കൊണ്ടതുകൊണ്ട് പിള്ളേർ പോയി വേഗം പോയി എടുത്തിട്ട് വന്നിട്ടോ. പക്ഷെ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ഒറ്റ വെയിൽ കൊണ്ടുള്ളൂ ശരിക്കും പറഞ്ഞു. ഇന്നലെ ഉച്ച കഴിഞ്ഞ് വെച്ചതാണേ. ഇപ്പോൾ അത് ഈ ഒരു ടിന്നിനകത്തേക്ക് നമുക്കൊരു ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറേ ഉണ്ട് കേട്ടോ. നമ്മൾ വറുത്ത് കഴിയുമ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അപ്പനും മക്കളും കൂടെ ചക്ക വറുക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരുടെ അവിടെ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാനെന്നാൽ ചക്കപ്പുഴുക്കിനുള്ള ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇത് ചേട്ടായിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ നൊയമ്പായതുകൊണ്ട് കഴിക്കുന്നില്ല. ചേട്ടായിക്ക് വേണ്ടി ചെമ്മീൻ ചമ്മന്തി ഞാനിങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചെമ്മീൻ കഴുകി അതൊന്ന് ഇതുപോലെ ചൂടാക്കി എടുക്കും. അതിലേക്ക് തേങ്ങയും മുളകാണെങ്കിൽ മുളക്, അല്ലെങ്കിൽ കാന്താരി ആണെങ്കിൽ കാന്താരി, പച്ചമുളകോ ഇതെന്ന് വെച്ചാൽ അത് ചേർക്കും. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് എണ്ണയും കൂടി ചേർക്കും. വെളിച്ചെണ്ണയും കൂടി ഞാൻ ചേർക്കും കേട്ടോ. വെളിച്ചെണ്ണ ഞാനിത് ചമ്മന്തി അരയ്ക്കാൻ നേരത്തെ ചേർത്തത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അരയ്ക്കുന്ന ഇത് കൂട്ടി ഞാൻ എടുക്കാൻ പറ്റിയില്ല. കാരണം ഇത് ഇത്തിരി ഒന്ന് ചൂടാറിയിട്ട് വേണം ഇച്ചിരി ജാറിലേക്കൊന്ന് ഇടാനൊന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ എടുത്തപ്പോഴേക്കും കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പുറത്ത് നല്ല മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ അത്ര നല്ല മഴയല്ല, എന്നാലും നല്ല ഇടിയുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ എങ്ങനെയാണ് ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മഴ പെയ്ത സമയത്ത് ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന സമയം കൊണ്ട് അപ്പനും മക്കളും തന്നെ കഴിക്കാനുള്ളതൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാനും കഴിക്കാനിരുന്നു. ഞാൻ ഉരുളക്കിഴങ്ങ് കറിയും തൈരും മാങ്ങാച്ചാറും നമ്മളിട്ട മാങ്ങാച്ചാറും കൂടെ കൂട്ടി കഴിച്ചു. അപ്പോൾ കറണ്ടൊക്കെ പോയതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ.